നമ്മളിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലേക്കാണ്. ശബരിമലയിൽ പോകുന്ന പോലെ തന്നെ കാടും മലകളും താണ്ടിയുള്ളൊരു യാത്ര തന്നെയാണ് ഇതും. കോഴഞ്ചേരി ഭാഗത്തു നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി പ്രധാനമായും 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലേക്ക് എത്തിയ ശേഷം വനപാത വഴി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കോന്നി മുതലുള്ള വനപാത വളരെ മോശം വഴിയായതിനാൽ മഴക്കാലത്തുള്ള യാത്ര അത്ര സുഗമമല്ല. വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം ഏറെയുള്ള വഴിയിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാം. കോന്നി വഴിയുള്ള വനപാതയല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പകരം പത്തനാപുരം പുന്നല വഴിയുള്ള അച്ചൻകോവിൽ റൂട്ടാണ്. മോശമല്ലാത്ത രീതിയിൽ ടാർ ചെയ്തൊരു വഴിയാണിത്. നമ്മൾ കാട്ടുപാതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മയിലുകളെയും ചെറു കാട്ടുമൃഗങ്ങളെയും ഒക്കെയാണ്. കൂടാതെ വൻമരങ്ങൾക്ക് ചുവട്ടിലായി ഇവിടെയുള്ളവർ ആരാധിക്കുന്ന മൂർത്തികളെയും. ക്ഷേത്രത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചകമായി അച്ചൻകോവിലാർ പാതയ്ക്ക് സമാന്തരമായി ഒഴുകി തുടങ്ങി. ഈ ഭാഗത്തൊക്കെ അച്ചൻകോവിലാർ ഒരു അരുവി സമാനമായി കൂടുതൽ അടുത്തൊഴുകുന്നു. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്ര കവാടം. പൂർണ്ണ പുഷ്കല സമേതനായാണ് ശ്രീ ധർമ്മശാസ്താവ് ഇവിടെ വാഴുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള 18 പടികളാണ് ഈ കാണുന്നത്. ഇടതുവശത്തായി ഗണപതി ഭഗവാനും വലതുവശത്തായി മുരുകസ്വാമിയും കുടികൊള്ളുന്നു. പടികൾ കയറി വരുമ്പോൾ തമിഴ് മാതൃകയിൽ നിർമ്മിച്ച ഒരു നാലമ്പലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ക്ഷേത്രം. മറ്റുള്ളവ ശബരിമല, കാന്തമല, ആര്യങ്കാവ്, കുളത്തൂർപ്പുഴ എന്നിവിടങ്ങളിലാണ്. ഈ 5 ക്ഷേത്രങ്ങളിലും പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള അതേ വിഗ്രഹം ഇന്നും പൂജ ചെയ്യപ്പെടുന്നത് അച്ചൻകോവിലിൽ മാത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്നാണ്. മഹാവൈദ്യ സങ്കല്പമാണ് ഭഗവാന് ഇവിടെ. ഏതൊരസുഖമായും തൻ്റെ മുന്നിലെത്തുന്ന ഭക്തനെ സുഖപ്പെടുത്തി മടക്കി അയക്കുന്ന മഹാവൈദ്യൻ. പാമ്പ് കടിയേൽക്കുന്ന ഏതൊരു വനവാസിയുടെയും അഭയകേന്ദ്രം ഈ ഭഗവത് സന്നിധി തന്നെയാണ്. പാമ്പ് കടി ഏറ്റുവരുന്നവർക്കും ഏത് രോഗത്തിനും ഇവിടെ ഒരേ ഒരു മരുന്നാണ്. ഭഗവാന്റെ വലം കൈയിലുള്ള ചന്ദനവും ഈ മണിക്കിണറിലെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലവും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അത്താഴപൂജയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ആരെങ്കിലും വിഷദംശനമേറ്റ് ക്ഷേത്രത്തിലെത്തി മണികൾ മുഴക്കിയാൽ എല്ലായ്പ്പോഴും ക്ഷേത്രത്തിൽ തങ്ങാറുള്ള മേൽശാന്തി എത്തി തിരുനട തുറന്ന് മഹാവൈദ്യനായ ഭഗവാന്റെ തൃക്കൈകളിലുള്ള കളഭവും തീർത്ഥവും നൽകി വിഷദംശനമേറ്റു വരുന്ന ആളെ രക്ഷിക്കുന്നു. വിഷത്തിൻ്റെ കാഠിന്യം പോലെ വിഷബാധയെല്ലാം ഒഴിഞ്ഞ ശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് പലരുടെയും മടക്കം. പ്രധാന ശ്രീകോവിലിൽ മഹാവൈദ്യനായ ഭഗവാൻ പൂർണ്ണ പുഷ്കല സമേതനായി കുടികൊള്ളുന്നു. കൂടെ മുത്തയ്യ മണികണ്ഠനായും സത്യകനായും വിശ്വസിക്കുന്ന പ്രതിഷ്ഠ കൂടിയുണ്ട്. ധർമ്മശാസ്താവിന്
ഉപദേവന്മാരായി ശ്രീകൃഷ്ണസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിക്ക് അഭിമുഖമായി സ്വയംഭൂവായി ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള അനന്ത വിഗ്രഹവും ഇവിടുത്തെ പ്രത്യേകതയാണ്. മാമ്പഴത്തറ ഭഗവതിയും ദുർഗാദേവിയും മറ്റു ഭഗവതിമാരും നാഗരാജാവ്, നാഗേശ്വരി, നാഗദൈവങ്ങളും എല്ലാം ഇവിടെ കുടികൊള്ളുന്നു. കൂടാതെ ആറാട്ടുടയോൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി ഇവിടെയുണ്ട്. നമ്മുടെ ഈ മുൻപിൽ കാണുന്ന ഈ പ്രതിഷ്ഠയാണത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും മറ്റും പ്രാർത്ഥിക്കുന്ന വരുണദേവൻ്റെ ഒരു സങ്കല്പമാണ്. ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലുള്ള ഉപദേവന്മാരെയെല്ലാം തൊഴുത ശേഷം സമീപത്തായിട്ടുള്ള കറുപ്പുസ്വാമിയെയും കറുപ്പായി അമ്മയെയും നമുക്ക് തൊഴുതു വരാം. പ്രധാന ക്ഷേത്രത്തിന് അഭിമുഖമായി അന്നദാനമൊക്കെ നടത്തപ്പെടുന്ന നടപ്പന്തലിന് അരികിലൂടെയാണ് കറുപ്പുസ്വാമിയുടെയും കറുപ്പായി അമ്മയുടെയും കോവിലിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. കറുപ്പുസ്വാമിയെയും കറുപ്പായി അമ്മയെയും ഉപദേവന്മാരെയും എല്ലാം വണങ്ങിയ ശേഷം ഞങ്ങൾ തിരികെ ശാസ്താ സന്നിധിയിലേക്ക് നടന്നു. പ്രധാന ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണിതൊക്കെ. ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന പഴയ രഥത്തിൻ്റെ ഭാഗമാണിത്. ഇന്നും രഥോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. നിലവിലുള്ള രഥം ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. പുനലൂർ ഭാഗത്തു നിന്ന് KSRTC ബസിൻ്റെ സർവീസുകൾ ക്ഷേത്രത്തിലേക്കുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പറ്റാത്തൊരാൾക്ക് നമുക്ക് തീർത്ഥം വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഒന്നുകിൽ വീട്ടിൽ നിന്ന് കുപ്പി കൊണ്ടുവരിക, അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിക്കാവുന്നതാണ്. 10 രൂപയുടെ രസീതാണ് അതിനായി എടുക്കേണ്ടത്. ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുക. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം. ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ട്. 1 മണിക്കാണ് നട അടയ്ക്കുക. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് തൊഴേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ദർശനം നടത്തിയ ശേഷം കഴിപ്പിക്കാവുന്ന ഒരു വഴിപാടാണ് എള്ളുപായസം. ഭഗവാന്റെ ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമാണ് അതിൻ്റെ പ്രസാദം കിട്ടുക. ഭഗവത് ദർശനത്തോടൊപ്പം നാടിൻ്റെയും നഗരത്തിൻ്റെയും വേഗത വിട്ട് കാടിൻ്റെ വന്യതയും മനോഹാരിതയും നുണയാനുള്ള ഒരു അവസരം കൂടിയാണ് അച്ചൻകോവിൽ യാത്ര. ഞങ്ങൾ ഇവിടെ നിന്ന് ആര്യങ്കാവിലേക്കും അവിടെ നിന്ന് കുളത്തൂർ പുഴയിലേക്കും പോകാനുള്ള പ്ലാനിലാണ്. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.